ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ഒരു കുക്കർ മാത്രം റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇടിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓൺ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്തൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കിഡിലിൻ മത്തി റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മത്തി കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. വരിഞ്ഞ് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വരിയില്ല, അതുപോലെ വരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വരിയണമെങ്കിൽ വരിഞ്ഞ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മത്തി എടുക്കുമ്പോൾ കുറച്ച് വലിയ സൈസ് മത്തി എടുക്കണം കേട്ടോ, നല്ലത്. ചെറുതിനായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക വലിയ മത്തിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, ചെറിയ ജാറായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ 20 ചുവന്നുള്ളി കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ, 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില എത്രയായാലും കുഴപ്പമൊന്നുമില്ല, അത്രയും ടേസ്റ്റ് കൂടും. കറിവേപ്പില കഴുകി ക്ലീനാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടികളാണ്. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാൻ നോക്കുക. ഒരു 2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തത്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ജാറിൽ അരയാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണ് മാത്രം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്ത് നമുക്കതുപോലെ പേസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട, അപ്പോൾ അരയൂല. ഇതിപ്പോൾ ഇത് നല്ല പേസ്റ്റാക്കി കിട്ടി. ഇപ്പോൾ വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ജാറിൽ അരയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായി കിട്ടിയിട്ട് അത് നമുക്ക് ഇതോടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മത്തി വറ്റിച്ച് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒറ്റ വിസിൽ വരുന്ന ടൈം മാത്രമേ എടുക്കുകയുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനും. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ദോശയുടെ കൂടെ ആണെങ്കിൽ പുട്ടിൻ്റെ കൂടെ ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ കഴിക്കാൻ. അതിൻ്റെ കൂടെ നമ്മളിത് ആ മസാലയ്ക്ക് ആ മീനൊക്കെ ക്ലീനാക്കി വെച്ച് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് ഒരു 20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ, ടൈം ഉണ്ടെങ്കിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. അത് നമുക്കൊന്ന് പിടിച്ച് സെറ്റാവും. അല്ല നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരി സമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല വെച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ചൂടാക്കാൻ വെക്കാം. കുക്കർ ചൂടായതിനു ശേഷം ഞാൻ ഇതവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 4-5 ചുവന്നുള്ളി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിയൊക്കെ തൂമിക്കാൻ വേണ്ടി ആക്കില്ല, അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ടതിന് ശേഷം ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് നമ്മളിവിടെ സെറ്റാക്കി വെച്ച ആ മത്തി മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഒരു ലോ ലൈനിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഹൈയിൽ ഒരിക്കലും ഇടരുത്. അപ്പോൾ നമ്മളിതാ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ അവിടെ മത്തിയെല്ലാം ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അതിൽ ആ പാത്രം നമ്മൾ മിക്സാക്കിയ എല്ലാ മസാലയില്ല തരി ബാക്കി വെക്കാതെ ഫുള്ളായിട്ട് ആ മത്തിയിലേക്ക് ഇടണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. നമ്മൾ സാധാ കറിക്കൊക്കെ പുളി പിഴിയില്ല, അതേപോലെ ആവശ്യമുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമുള്ള ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കുന്നില്ല. നമ്മൾ കുക്കറിനെയും വിസിലാവാൻ വേണ്ടി അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്നിങ്ങനെ കുക്കറൊന്ന് ചുഴറ്റി കൊടുത്തിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, സ്പൂൺ ഇളക്കണ്ട. നമുക്ക് ഫ്ലെയിം സിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിലിട്ടോ ഒറ്റ വിസിൽ മതിയിട്ടാണ്. ഇനി അഥവാ നിങ്ങൾ കുക്കറിൽ കംപ്ലൈൻറ്റ് വിസിൽ വരാൻ ലേറ്റ് ആവുക അങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളവരാണെങ്കിൽ വിസിൽ വരേണ്ട ആ സൗണ്ട് വരില്ല, കുറച്ച് മുന്നേ ഒന്ന് ഓഫ് ചെയ്തിടുക കേട്ടോ. ഇപ്പോൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ആ പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊക്കെ തുറന്നിട്ട് അതാ കണ്ട നമ്മളെ മത്തി വറ്റിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ആ ഗ്രേവി മാത്രം മതിയിട്ട് നമുക്കൊരു എത്ര ചോറ് കഴിച്ചാലും മതിയാവില്ല. പുട്ടാണെങ്കിലും അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ മീനൊന്നും പൊടിഞ്ഞിട്ടില്ല, കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുണ്ട്, എന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് അതിൻ്റെ ആ ഗ്രേവി മാത്രമേ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി ഉണ്ടാവില്ല. ഇൻ കേസ് ബാക്കിയൊക്കെ വരികയാണെങ്കിൽ പിറ്റേസൊക്കെ എടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഇരിക്കും. അന്ന് തന്നെ അത് കാലിയാവും, ഉണ്ടാക്കി അന്ന് തന്നെ കാലിയാവും. ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ ഈസിയാണ്. അതുപോലെ അതിൻ്റെ മസാല ഒന്നും ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് സൂട്ടാവും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.